ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. രാജസ്ഥാനിൽ നിന്നും വളരെ സുന്ദരമായിട്ടുള്ളൊരു വാർത്തയാണ് കേൾക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്ന ഒരു വാർത്ത. പക്ഷേ ഇവിടെ പലരും മറ്റേ ഹൈന്ദവ സഹോദരങ്ങളെ ഉണർത്താൻ വേണ്ടി വരുന്നവരൊക്കെ ഇത് ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്. കാരണം ശബരിമലയിലെ സ്വർണം പോയ സമയത്ത് സ്വർണം കട്ടപ്പനാരപ്പ, സഖാക്കളാണ് അയ്യപ്പ, പോറ്റിയെ കേറ്റി എന്നൊക്കെ പറഞ്ഞുള്ള പാട്ട് പാടി ഒരു 1.5 മാസം ഇങ്ങനെ കേരളത്തിലെ തെരുവോരങ്ങളിലും ഇടവഴികളൊക്കെ പാടി നടന്ന ചേച്ചിയും ചേട്ടന്മാരൊക്കെ ഉറക്കത്തിലാണെന്നേ. രാമന്റെ മുതൽ കട്ടെടുത്തിട്ട് കമാഷിമ എന്നൊരു അക്ഷരം പോലും മിണ്ടാൻ ഇവിടുത്തെ സംഘപരിവാർ, അതായത് ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്ന, ഹിന്ദുക്കളെ ഉണർത്താൻ നടക്കുന്ന ഈ വേട്ടാവളിയന്മാരും വേട്ടാവളിയത്തിമാരൊന്നും ഇതുവരെ ഉണർന്നിട്ടില്ല. പക്ഷേ രാജസ്ഥാനിലെ നല്ല ഹൈന്ദവ സഹോദരങ്ങൾ അവർ ഉണർന്നു എന്ന് വേണം പറയാൻ. കേൾക്കുമ്പോൾ സുഖമുള്ള ഒരു വാർത്തയാണ്. രാജ്യം എന്താണ് എന്നുള്ളത്, നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാർ സംഘപരിവാർ തീവ്രവാദികൾക്കെതിരെ രാജസ്ഥാനിൽ അണിനിരന്നു എന്നുള്ളതാണ് കേൾക്കുന്ന ആ ഒരു വാർത്ത. ഏതാണ്ട് 10-250ഓളം മുസ്ലിം മസ്ജിദുകൾ എന്ന് പറയുകയും അതിന്റെ ഭാഗമായി പൊളിക്കാനായിട്ട് വന്ന സംഘപരിവാറിനെ അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ നേരിട്ട ആ ഒരു കാഴ്ച നമ്മുടെ രാജ്യത്തിന്റെ പോയ ആ ഒരു പ്രൗഢി തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് ഈ വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഉറങ്ങുന്നവരൊക്കെ നന്നായിട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങിക്കോട്ടെ. ആരും തട്ടി വിളിച്ച് ശല്യം ചെയ്യരുത്. എവിടെങ്കിലും ഏതെങ്കിലും സ്ഥലങ്ങളിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഏതെങ്കിലും ക്രിമിനൽസ് എന്തെങ്കിലും തെമ്മാടിത്തരം കാണിക്കുമ്പോൾ മാത്രം അവരൊക്കെ ഉണർന്നു വരും. അന്നേരം നമുക്ക് അടിച്ചണ്ണാക്കി കൊടുക്കാം. ഇപ്പം ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആരും കേൾക്കാതെ പോകരുത്. ഇതാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടത്. നമ്മൾ ഇവിടുത്തെ ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും എല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്നും സംഘപരിവാർ തീവ്രവാദ പ്രസ്ഥാനത്തെ ഉന്മൂലനം ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അപമാനമാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. രാജസ്ഥാനിലെ ബാർമറിൽ മുസ്ലിം പള്ളികൾ അനധികൃതമായി പൊളിച്ചു നീക്കിയതിനെതിരെ ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദ് 4 പള്ളികളാണ് കഴിഞ്ഞ ദിവസം നിയമവിരുദ്ധമായി പൊളിച്ചു നീക്കിയത്. നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് സംഘടനയുടെ തീരുമാനം. പള്ളി പൊളിച്ചു മാറ്റിയ സ്ഥലം പ്രതിനിധി സംഘം സന്ദർശിച്ചു. തൗഫീഖ് അസ്ലം വിശദാംശങ്ങളുമായി. തൗഫീഖ്, 4 പള്ളികളാണ് ബാർമറിൽ ഒരുമിച്ച് പൊളിച്ചതെന്ന് മനസ്സിലാക്കുന്നു. എന്ത് കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു നടപടി അവിടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്? ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദ് ഈ നടപടി എങ്ങനെ കാണുന്നത്? അസഫുദ്ദീൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പള്ളിയുടെ അധികാരികൾക്ക് സർക്കാർ നോട്ടീസ് നൽകിയിരുന്നു. ഈ പള്ളി പൊളിച്ചു മാറ്റുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ് നൽകിയത്. എന്നാൽ ഒരു ദിവസത്തെ ഇടവേളയിലായിരുന്നു ഈ നോട്ടീസുകൾ നൽകിയതെന്നാണ് ഇപ്പോൾ ജംഇയ്യത്തുൽ ഉലമയും അതോടൊപ്പം തന്നെ APCRും എല്ലാം പറയുന്നത്. 17-ാം തീയതി ഇവർക്ക് നോട്ടീസ് നൽകുകയും 18-ാം തീയതി, അതായത് പിറ്റേ ദിവസം ഇവർക്ക് പള്ളി പൊളിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ സർക്കാരിനെ ബോധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഈ നോട്ടീസ് നൽകിയത്. എന്നാൽ പള്ളികളൊന്നും അനധികൃതമായിട്ടല്ല. പള്ളി പൊളിക്കാൻ സമ്മതിക്കില്ല, മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിക്കാനും അനുവദിക്കില്ല, മുസ്ലിം പള്ളിയെ ചേർത്തു നിർത്തി ഹൈന്ദവർ നടത്തിയ പ്രതിരോധ കവചത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. രാജസ്ഥാനിലെ സുന്ദര കാഴ്ച. ഇത് ഞങ്ങളുടെ പള്ളിയാണ് എന്ന് അവർ പറഞ്ഞപ്പോൾ തകർന്നു പോയത് വർഗീയ ശക്തികളാണ്. രാജസ്ഥാനിൽ നമ്മൾ കണ്ടത് യഥാർത്ഥ ഇന്ത്യയാണ്. സംഘപരിവാർ ലോകത്തിന് മുന്നിൽ പോലും മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ ഇന്ത്യയുടെ സ്വരമാണ് നമ്മൾ അപ്പോൾ കേട്ടത്. ഭരണകൂട അധികാരത്തിന്റെ ബലത്തിൽ മനുഷ്യർക്കിടയിൽ വിദ്വേഷത്തിന്റെ മതിൽക്കെട്ടുകൾ പണിയാൻ ശ്രമിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഇന്ത്യൻ ജനത നൽകുന്ന തിരിച്ചടികൾ ചെറുതൊന്നുമല്ല. വർഗീയതയുടെ വിഷം പുരട്ടിയ അമ്പുകളുമായി സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കാനും ഹിന്ദുവും മുസ്ലിമും തമ്മിൽ മതത്തിന്റെ പേരിൽ തല്ലി മരിക്കണമെന്നും ആഗ്രഹിക്കുന്നവരുടെ അജണ്ടകൾക്ക് മേൽ മനുഷ്യത്വം വിജയം നേടുന്ന സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പള്ളികൾ പൊളിച്ച് അമ്പലങ്ങൾ പണിയുന്നതും ഇനി പൊളിക്കാനുള്ള ആരാധനാലയങ്ങളുടെ പട്ടിക തയ്യാറാക്കി വെക്കുന്നതുമെല്ലാം ഈ വിഭജന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് ആർക്കാണ് അറിയാത്തത്? എന്നാൽ ഈ വിദ്വേഷ വ്യാപാരികളുടെ ബോധമല്ല, മറിച്ച് പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായ മതേതരത്വമാണ് ഈ നാടിന്റെ യഥാർത്ഥ കരുത്ത്. തങ്ങൾ ഹിന്ദുക്കളുടെ മാത്രം രക്ഷകരാണ് എന്ന് ചമയുന്നവരുടെ കള്ളത്തരങ്ങൾ സാധാരണക്കാരായ മനുഷ്യർ ഇന്ന് കയ്യോടെ പിടികൂടി കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നയങ്ങൾ ഹൈന്ദവ വിശ്വാസങ്ങൾക്കോ സാധാരണക്കാരായ ഹിന്ദുക്കൾക്കോ വേണ്ടിയുള്ളതല്ല, മറിച്ച് തങ്ങളുടെ അധികാര കസേര ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പൊതുസമൂഹം ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ജാതിയോ മതമോ നോക്കാതെ മനുഷ്യനായി ഇപ്പോഴും ഒന്നിച്ച് നിലകൊള്ളുന്നത്. ഞങ്ങളുടെ നാട്ടിലെ പള്ളി പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല,
രാജസ്ഥാനിലെ അതിർത്തി മേഖലകളായ ബാർമർ, ജയ്സാമീർ എന്നിവിടങ്ങളിൽ കയ്യേറ്റം ആരോപിച്ച് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മുസ്ലിം ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കാൻ അധികൃതർ തുനിഞ്ഞപ്പോൾ അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ഒന്നിച്ചു വിളിച്ചു പറഞ്ഞ വാക്കുകളാണ് മേൽ പറഞ്ഞത്. വിഭജന രാഷ്ട്രീയത്തിന് നേരെ ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യർ തൊടുത്ത ഏറ്റവും മൂർച്ചയേറിയ കൂരമ്പായിരുന്നു ആ പ്രഖ്യാപനം. നൂറ്റാണ്ടുകളായി ഒന്നിച്ചു ജീവിക്കുന്ന തങ്ങളുടെ അയൽക്കാരുടെ ആരാധനാലയം സംരക്ഷിക്കാൻ ഹിന്ദുക്കൾ തന്നെ കാവലാളായി മാറിയപ്പോൾ തകർന്നു പോയത് ഫാസിസത്തിന്റെ വലിയൊരു അജണ്ട തന്നെയാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൈകോർത്ത് പിടിച്ച് തെരുവിലിറങ്ങിയ ആ കാഴ്ച വർഗീയ ശക്തികൾക്കേറ്റ വമ്പൻ തിരിച്ചടി തന്നെ. ഇത്തരം ചെറുത്തുനിൽപ്പുകൾ രാജസ്ഥാനിൽ മാത്രമല്ല, മധ്യപ്രദേശിന്റെ മണ്ണിലും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഭോപ്പാലിലും ഇൻഡോറിലും ധാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ആരാധനാലയങ്ങളെ ചൊല്ലി അന്തരീക്ഷം വഷളാക്കാൻ വിദ്വേഷ പ്രചാരകർ ശ്രമിച്ചപ്പോഴൊക്കെയും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഒന്നിച്ചിരുന്ന് സമാധാനം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. റമദാൻ മാസത്തിൽ മുസ്ലിം സഹോദരങ്ങൾക്കായി അമ്പലമുറ്റം ഇഫ്താർ വിരുന്നിനായി തുറന്നുകൊടുത്ത ഹൈന്ദവ വിശ്വാസികളും ക്ഷേത്രങ്ങൾക്ക് നേരെ അക്രമം നടത്താൻ വർഗീയ ശക്തികൾ ശ്രമിച്ചപ്പോൾ കാവലാളായി നിന്ന മുസ്ലിം ചെറുപ്പക്കാരും മധ്യപ്രദേശിന്റെ മണ്ണിൽ മനുഷ്യത്വത്തിന്റെ മാതൃകകൾ തീർത്തവരാണ്. രാജസ്ഥാനിലും സമാനമാണ് കാര്യങ്ങൾ. അധികാരത്തിന്റെ ബലത്തിൽ എത്രയൊക്കെ വിഭജന വരമ്പുകൾ തീർത്താലും ഈ നാടിന്റെ സൗഹാർദ്ദ പാരമ്പര്യത്തെ അത്ര പെട്ടെന്നൊന്നും തകർക്കാൻ കഴിയില്ലെന്ന് സാധാരണക്കാരായ മനുഷ്യർ ഇതാ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കൊണ്ട് ഒരു രാജ്യം പ്രതിസന്ധിയിലാകുന്ന ഈ ഘട്ടത്തിൽ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ മതവിദ്വേഷം മാത്രം വിളമ്പുന്നവരുടെ തന്ത്രങ്ങളെ ജനങ്ങൾ പ്രതിരോധിക്കുന്നത് മനുഷ്യത്വം കൊണ്ടാണ്. മനുഷ്യത്വം മതത്തിന് മുകളിലാണെന്ന് പ്രഖ്യാപിക്കുന്ന ഇത്തരം കൂട്ടായ്മകൾ തന്നെയാണ് വിദ്വേഷകാലത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും ഫാസിസ്റ്റുകൾക്കുള്ള ഏറ്റവും വലിയ മറുപടിയും. ഇത്രയും മനോഹരമായിട്ടുള്ള ഈ വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടല്ലേ. ഇപ്പൊ ബുൾഡോസർ രാജ് ഉപയോഗിച്ചുകൊണ്ട് യോഗി ഭരിക്കുന്ന യു പിയിൽ എത്രയോ ആരാധനാലയങ്ങൾ, അത് മുസ്ലിങ്ങളുടെ മാത്രമല്ല ഇവിടുത്തെ ദളിതന്റെയും ക്രൈസ്തവന്റെയും ഒക്കെ പൊളിച്ചു മാറ്റുന്നത് നമ്മൾ കണ്ടു. ഈ കഴിഞ്ഞ ദിവസമാണ് യു പിയിൽ മറ്റൊരു സംഭവം നടന്നത്. ഒരു മദ്രസയുടെ മതല് അവിടുത്തെ ഒരു അവിടുത്തെ ഒരു BJPയുടെ MP കൂടിയായിട്ടുള്ള വർഗീയവാദിയും അവന്റെ കൂട്ടരെല്ലാം കൂടെ തള്ളി താഴെയിടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ബീഫിന്റെ പേരിൽ എത്രയോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ തല്ലിക്കൊല്ലുന്നു. കളറിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ എത്രയോ ആളുകളെയാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ മത തീവ്രവാദികൾ ഇങ്ങനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് രാജസ്ഥാനിലെ ഹൈന്ദവ സഹോദരങ്ങൾ മുസ്ലിം പള്ളി സംരക്ഷിക്കാൻ വേണ്ടി ഒത്തുകൂടിയെങ്കിൽ അത് നിങ്ങൾക്ക് നേരെയുള്ള ഇവിടുത്തെ സഹോദരങ്ങൾ കൈ ചൂണ്ടുന്നതിന്റെ നല്ലൊരു സൂചനയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് വലിയ സന്തോഷം തോന്നി. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഇവിടുത്തെ സംഘപരിവാരണം നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് മെഴുകി മറയുന്ന വേട്ടാവളിയന്മാർക്കും നല്ല രീതിയിൽ കുരുപൊട്ടും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.